ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞു നടന്ന എത്രയോ കൊല്ലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് നരേന്ദ്രമോദിജി വന്നിട്ടാണ് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ ഇന്ത്യക്കാർക്കും പദ്ധതികളും സ്കീംസ് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പൊ ഇവര് ഓരോന്ന് പറയും, ഇവരുടെ രാഷ്ട്രീയം അതാണ്. പറയും, വാഗ്ദാനം കൊടുക്കും, പക്ഷെ വാക്ക് പാലിക്കില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? അവരെ കുടുംബത്തിന്റെ വനിതകൾക്ക് പൊളിറ്റിക്കൽ പവർ വേണം. DMK ആണെങ്കിൽ DMKക്ക് വനിതാ സംവരണം വേണ്ട. DMKക്ക് വേണ്ടത് കണ്ണിമോഴിക്ക് ഒരു വലിയ സീറ്റ് കൊടുക്കണം. കോൺഗ്രസ് ആണെങ്കിൽ സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയ പവർ വേണം, പ്രിയങ്ക ഗാന്ധിക്ക് വേണം. മറ്റു വേറെ ആര് വനിത വന്നാലും പോയാലും അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒരു താല്പര്യമില്ല. ഇതാണ് അവരുടെ രാഷ്ട്രീയം. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എത്ര കൊല്ലമായി എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് കിടക്കുന്ന നമ്മള് സാഹചര്യം കണ്ടതാണ്. അത് നരേന്ദ്രമോദിജി വന്നിട്ട് മാത്രമേ ഓരോരോ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുള്ളൂ. ആർട്ടിക്കിൾ 370 ആണെങ്കിൽ, 1 റാങ്ക് 1 പെൻഷൻ ആണെങ്കിൽ, വഖഫ് അമെൻമെന്റ് ബില്ലാണോ, ട്രിപ്പിൾ തലാഖ് ബില്ലാണോ, ഇതെല്ലാം ഓരോന്നായിട്ട് നരേന്ദ്രമോദിജി പരിഹരിച്ചതാണ്. ഒരു സംശയം വേണ്ട, ഇത് നടപ്പിലാക്കും. നരേന്ദ്രമോദിജിന്റെ സർക്കാർ ഈ വനിതാ സംവരണം കൊണ്ടുവരും. അതും 2029 ലോക്സഭാ ഇലക്ഷന്റെ മുമ്പ് കൊണ്ടുവരും. നരേന്ദ്രമോദിജി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുന്നവരെ അദ്ദേഹം അതിന്റെ പിന്നിൽ ഉണ്ടാവും. അത് കോൺഗ്രസും CPM എന്ത് കസറത്ത് ചെയ്താലും ഇത് നടപ്പിലാക്കും എന്ന് നമുക്കൊരു ആത്മവിശ്വാസം